അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. സഹോദരന്മാരെ, എനിക്ക് ജബ്ബാർ മാഷിക്ക് പറയാനുള്ളത് എന്താണ്? ഖുർആൻ പറഞ്ഞത് തന്നെ പറയുന്നു. ഖുർആൻ പറഞ്ഞത് തന്നെ പറയുന്നു. അത് മറുപ്പുളവാക്കുന്നതാണ്. അതായത് ഖുർആൻ പലതും ആവർത്തിച്ച് പറയുന്നുണ്ട്, അതിൽ ആവർത്തനമുണ്ട്, ആവർത്തന വിരസത ഉണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ പൊരുൾ. ജബ്ബാർ മാഷ് എന്നിട്ട് അദ്ദേഹം പറയുന്നത് എന്താണ്? ഇത് മനസ്സിലാക്കിയിട്ട് അറബികൾ ഇത് തള്ളിപ്പറയും എന്നതുകൊണ്ടായിരിക്കണം ഖുർആൻ പലയിടത്തായിട്ട് ഈ ആവർത്തന വാക്യങ്ങൾ ചേർത്തിട്ടുള്ളതാണ്. ഒരു സ്ഥലത്ത് ഒന്നായിട്ട് ചേർക്കുന്നതിന് പകരം പലയിടത്തായി ഇത് ചേർത്തിട്ടുള്ളത് അറബികളത് തള്ളിക്കളയുമെന്ന് പേടിച്ചിട്ടായിരുന്നു. നല്ല യുക്തിയാണ്. അപ്പോൾ ജബ്ബാർ മാഷ് മനസ്സിലാക്കിയത് ഇത് ഒറ്റ അടിക്ക് എഴുതിയുണ്ടാക്കിയ ഒരു പുസ്തകം, എന്നിട്ട് മുഹമ്മദ് നബി അതിങ്ങനെ പാരായണം ചെയ്യാം എന്നതായിരിക്കണമല്ലോ. ഒരു പുസ്തകത്തെ അത് നിരൂപണം നടത്താനാണെങ്കിലും വിമർശിക്കാനാണെങ്കിലും ഉൾക്കൊള്ളാനാണെങ്കിലും ആ പുസ്തകത്തിൻ്റെ പശ്ചാത്തലം, അത് അവതീർണമായ അല്ലെങ്കിൽ എഴുതിണ്ടാക്കിയ പശ്ചാത്തലം എന്താണെന്നും അതെന്തിനു വേണ്ടിയാണ് രചിച്ചിട്ടുള്ളതെന്നൊക്കെ മനസ്സിലാക്കാതിരുന്നാൽ ഇങ്ങനെയുള്ള അബദ്ധങ്ങളൊക്കെ പറയും. വിശുദ്ധ ഖുർആൻ എന്തിനു വേണ്ടിയാണ് അവതരിച്ചത്, അത് എത്ര കാലം കൊണ്ടാണ് അവതരിച്ചത്, ഈ സാഹചര്യം മനസ്സിലാക്കിയാൽ ജബ്ബാർ മാഷയുടെ ഇത്തരത്തിലുള്ള വാദങ്ങൾക്ക് ഒരു വിലയുണ്ടാവില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. കാരണം ഖുർആൻ എന്ന് പറയുന്നത് ഒന്ന്, അതൊരു പ്രബോധക ഗ്രന്ഥമാണ്. അത് മനുഷ്യനെ നന്മയിലേക്ക്, ധാർമ്മികതയിലേക്ക് നയിക്കുന്ന ഒരു ഗ്രന്ഥമാണ്. തീർത്തും മാറി മറ്റൊരു രീതിയിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു സമൂഹത്തെ നിരന്തരം അവരെ പ്രബോധനം ചെയ്യാൻ വേണ്ടി അവതരിപ്പിച്ചിട്ടുള്ളൊരു ഗ്രന്ഥം. ഈ ഗ്രന്ഥത്തിൽ ഒറ്റയടിക്ക് കാര്യങ്ങൾ ഒരു സമയത്ത് പറഞ്ഞ് അതവിടെ നിർത്തിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കാം? ആളുകൾ ചിലത് ഓർമ്മ ഉണ്ടാവും, ചിലർക്ക് മറന്നു പോകും. അതോടുകൂടി ആ ആളുകളത് അവഗണിക്കും. ഇതാണ് ചെയ്യുക. എന്നാൽ ഒരു പ്രബോധക ഗ്രന്ഥത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ പ്രബോധക പ്രസംഗത്തെ സംബന്ധിച്ചോ ലേഖനത്തെ സംബന്ധിച്ചോ ഒക്കെ നമുക്ക് പറയാം. ഏത് കാര്യമാണോ ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്, ആ കാര്യം അവരംഗീകരിക്കുന്നത് വരെ അവരോട് പറഞ്ഞുകൊണ്ടിരിക്കാനാണ് അതിൻ്റെ രീതി. അപ്പം അങ്ങനെ പറയുമ്പോൾ പറഞ്ഞത് തന്നെ പറയേണ്ടി വരും. പക്ഷേ അതിൻ്റെ ശൈലിയിൽ പലപ്പോഴും മാറ്റങ്ങൾ വരുത്തേണ്ടി വരും എന്നാണ്. വിശുദ്ധ ഖുർആനിൽ ഈ ജബ്ബാർ മാഷർക്ക് അരോചകമായി തോന്നിയ ആവർത്തന വിരസത തോന്നിയിട്ടുള്ള ഏത് വാക്യമാണ് എന്ന് അദ്ദേഹം പറയുകയാണെങ്കിൽ നമ്മൾക്ക് അതിനെപ്പറ്റി ചർച്ച ചെയ്യാവുന്നതാണ്. ആ മൊത്തത്തിൽ ഖുർആൻ വിരസമാണ് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയാൽ അത് അബദ്ധമായിട്ട് അല്ലെങ്കിൽ ബുദ്ധിശൂന്യതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി ഖുർആൻ്റെത് പോട്ടെ, ലോകത്ത് ആവർത്തനമുള്ള വേറെ സാധനങ്ങളൊന്നുമില്ല എന്നാണോ ജബ്ബാർ മാഷ് പറയാൻ കഴിയുക? ഖുർആൻ മാത്രമേ ലോകത്ത് ആവർത്തനമുള്ള ഒരു ഗ്രന്ഥമുള്ളൂ. നമ്മുടെയൊക്കെ സാഹിത്യ കൃതികളിൽ ഇപ്പോൾ മലയാളത്തിലെ തന്നെ പല കൃതികളിലും, അത് കവിത, പാട്ട്, ശ്ലോകം, നാടൻ പാട്ടുകൾ, അങ്ങനെയുള്ളതൊക്കെ എടുത്ത് നോക്കാം. ഇതിലൊക്കെ എന്തൊക്കെ ആവർത്തിച്ചു വരുന്നുണ്ട്. എന്നാൽ നമ്മളുടെ സാഹിത്യ നിരൂപകന്മാരാരെങ്കിലും ഇത്തരത്തിലുള്ള കവിതകളോ പാട്ടുകളോ അതൊക്കെ ആവർത്തന വിരസത ഉള്ളത് കൊണ്ട് അതൊന്നും അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ പാട്ടിലൊക്കെ പല്ലവി അനുപല്ലവി ഒക്കെ ഉണ്ടല്ലോ. ഇത് പാടിയത് തന്നെ പിന്നെയും പാടുക. അവർ ചിലപ്പോൾ 2-3 പ്രാവശ്യം ആവർത്തിച്ചിട്ടായിരിക്കും പിന്നെ മറ്റൊരു വരി പാടുന്നത്. പക്ഷേ ഇത് കേൾക്കുന്ന ശ്രോതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്കതിലൊന്നും ഒരു അരോചകത്വം തോന്നാറില്ല. കാരണം ഒരു സംഗതി എവിടെ, എപ്പോൾ, എങ്ങനെ, ആരുടെ മുമ്പിൽ, എന്തിനു വേണ്ടി അവതരിപ്പിക്കുന്നു എന്നൊക്കെ നോക്കിയിട്ടാണ് ആ സംഗതിയുടെ വിരസതയും അല്ലാത്തതൊക്കെ തീരുമാനിക്കുക എന്ന് പറയുന്നത്. നീ പറയുന്ന വിരസത അറബി ഭാഷയിലെ പ്രാവീണ്യമുള്ള ആളുകൾ, അദ്ദേഹം തന്നെ പറഞ്ഞ വലീദ് പോലുള്ള ആളുകൾ ഖുർആനെ സംബന്ധിച്ച് പറഞ്ഞതിന് പരാമർശങ്ങളുണ്ട്. എന്നാൽ വലീദിനെ പോലുള്ള
അറബി സാഹിത്യത്തിൽ അവഗാഹം നേടിയിട്ടുള്ള ആരെങ്കിലും പറഞ്ഞോ ഖുർആൻ വിരസമാണ്, അതിൽ ആവർത്തന വിരസത ഉണ്ട്, അതുകൊണ്ട് അത് അംഗീകരിക്കാൻ കഴിയില്ല. വലീദ് പറഞ്ഞാൽ എന്താ ഖുർആനെ പറ്റി? ഇന്ന അസ്ഫലഹൂല മൗദിഖ് വഇന്ന അലാഹുല മുസ്മിർ. ഖുർആനിൻ്റെ അടിഭാഗം, അതിൻ്റെ അടിവേരുകൾ അത് വളരെ ആഴത്തിൽ ഊന്നി നിൽക്കുന്നതും അതിൻ്റെ മുകൾ ഭാഗം അത് ഫലം നൽകുന്നതുമാണ്. വൈന്നഹു യഅല വലാ യുഅല. ഖുർആൻ വിജയിക്കുകയേ ഉള്ളൂ, അത് പരാജയപ്പെടൂല എന്ന് പറയുന്നത് ഖുർആൻ്റെ ബദ്ധവഴിയാണ്. പിന്നെ ആളുകളെ ബോധിപ്പിക്കാൻ വേണ്ടി ആളുകൾ അദ്ദേഹത്തിൻ്റെ പിന്നാലെ കൂടിയപ്പോഴാണ് ഇന്നഹു ലസിഹ്റുൻ യുഅ്സർ എന്നൊക്കെ അദ്ദേഹം ഖുർആനെ ആക്ഷേപിച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ളത്. അതിന് ഖുർആൻ അയാൾക്ക് കണക്കറ്റ് കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ സത്യസന്ധതയില്ലാത്ത ആളുകൾ നടത്തുന്ന നിരൂപണത്തിന് ഒരു മൂല്യം ഉണ്ടാവില്ല, വിലയുണ്ടാവില്ല. അത് ചവറ്റുകൊട്ടയിലേക്ക് എറിയാനേ പറ്റുള്ളൂ എന്നുള്ളത് ജബ്ബാർ മാഷെ പോലുള്ള ആളുകൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്. അദ്ദേഹം ഖുർആനിലെ ഏത് ഭാഗമാണ് ഈ ആവർത്തന വിരസത ഉള്ളത് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾക്ക് അതിനെ സംബന്ധിച്ച് ചർച്ച നടത്താവുന്നതാണ്.